Dear students, സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസ് തിയറത്തിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് യു ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഓക്കെ, നിങ്ങൾക്കറിയാം സ്പെറിക്കൽ ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഒരു അകം പൊള്ളയായിട്ടുള്ള ഒരു മെറ്റാലിക് സ്ട്രക്ചറാണ്, ഒരു മെറ്റാലിക് സ്പിയറിനെയാണ് നമ്മൾ ജനറലി സ്പെറിക്കൽ ഷെൽ എന്ന് പറയുക. അത്തരത്തിലുള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിൽ കുറച്ച് ചാർജസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാർജ്ഡ് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ കണ്ടെത്താനാണ് നമ്മൾ ഈ മൂന്നാമത്തെ കേസിൽ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ബോർഡിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് സർക്കിൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാമെന്ന് എനിക്കറിയാം. പക്ഷേ 3 ഡയമെൻഷനലി നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ്. ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾക്ക് തന്നിട്ടുള്ള നമ്മളുടെ കയ്യിൽ സോളിഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലെന്ന് പറയുന്നത്. ഓക്കെ, അതായത് അകം പൊള്ളയായിട്ടുള്ള ഒരു മെറ്റാലിക് സ്ട്രക്ചർ. ഈ പറയുന്ന ഷെല്ലിൽ ചാർജസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജും കൂടെ വരയ്ക്കുന്നില്ല, കാരണം നമ്മൾ ചാർജ് കൂടെ വരച്ച് കഴിഞ്ഞാൽ ഈ ഫിഗർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ഷെല്ലാണ്. ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് ഇതിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഈ സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അങ്ങനെ ഒരു കേസിൽ പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം അളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ നിന്നും പി വരെയുള്ള ദൂരം അളന്നാൽ മതിയാകും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം ഇവിടെ സെൻറ്ററിൽ നിന്നാണ് അളന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് ഷെല്ല് കൊണ്ടുള്ള ഫീൽഡാണോ സ്റ്റഡി ചെയ്യുന്നത് ആ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് ഏത് പോയിന്റിലെ ഫീൽഡാണോ കണ്ടെത്തേണ്ടത് ആ പോയിന്റ് വരെയുള്ള ദൂരമാണ് ഇവിടെ സ്മോൾ ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഷെല്ലിൻ്റെ സർഫസിൽ നിന്നും പി വരെയുള്ള ദൂരമല്ല ഇവിടെ എടുത്തിരിക്കുന്നത്, ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നും പി വരെയുള്ള ദൂരമാണ് എടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തു വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് നമ്മൾ സർഫസിൽ നിന്നുള്ള ദൂരം അളക്കാതെ സെൻറ്ററിൽ നിന്നുള്ള ദൂരം അളന്നത്. ദെൻ നമുക്കറിയാം, നമ്മൾ ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ എല്ലാം ഈ ചാർജ്ഡ് ബോഡിയെ എൻക്ലോസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത് ഈ ഷെല്ലാണ്, ഈ ഒരു സ്പെറിക്കൽ ഷെല്ലാണ് നമ്മുടെ ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർജ്ഡ് ബോഡിയെ എൻക്ലോസ് ചെയ്യുന്ന മറ്റൊരു സ്പെറിക്കൽ ഷെല്ല് നമ്മളിവിടെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഈ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഡോട്ടഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്യുന്ന മറ്റൊരു സ്പെറിക്കൽ ഷെല്ലാണ് ഈ പറയുന്ന ഡോട്ടഡ് ലൈനിൽ ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ സ്പെറിക്കൽ ഷെല്ല് ഞാൻ വരച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു എനിക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് ആ സ്മോൾ ആറിനെ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് ഞാനിവിടെ ഒരു ഗോഷ്യൻ സ്പെറിക്കൽ ഷെല്ല് ഇമാജിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇമാജിൻ ചെയ്ത ആ ഗോഷ്യൻ സ്ട്രക്ചറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര ദൂരം അകലെ ഉള്ള സെൻറ്ററിൽ നിന്ന് എത്ര ദൂരം അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അത്രയും ദൂരത്തെ റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്പിയറാണ് ഞാനിവിടെ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മളുടെ മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലിന് ചാർജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ സൈസ് എത്രയും ആകാം. അതായത് നമ്മൾ അതിനെ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ സൈസിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആ റേഡിയസ് അത് 5 സെൻറ്റിമീറ്റർ ആകാം, 10 സെൻറ്റിമീറ്റർ ആകാം, 1 മീറ്റർ ആകാം, 50 മീറ്റർ ആകാം. അങ്ങനെ എത്ര വലിയ ഷെല്ല് പോലും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ചാർജസിൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ നമ്മൾ ചാർജസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും അതിൻ്റെ സർഫസിലാണ്, സർഫസിൽ സ്കിൻ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഓക്കെ, അതെങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന സ്പെറിക്കൽ ഷെല്ലിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെ പി എന്ന് പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന ഇക്വേഷനും ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന ഇക്വേഷനും എടുത്ത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഇവിടെയും അതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പറയുന്ന മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലിൽ നിന്നും എമേർജ് ചെയ്യുന്ന ഫ്ലെക്സ്, ടോട്ടൽ ഫ്ലെക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ആ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ആ സെയിം ഫ്ലെക്സ് തന്നെ ആയിരിക്കും ഈ പറയുന്ന നമ്മൾ പുറത്ത് ഇമാജിൻ ചെയ്തിരിക്കുന്ന ഗോഷ്യൻ സ്പെറിക്കൽ സർഫസിൽ കൂടെ എമേർജ് ചെയ്യുന്ന ഫ്ലെക്സും. അതായത് നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ ഈ പറയുന്ന മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓരോന്നും വരച്ചിട്ടുണ്ട്. സോ ഈ പറയുന്ന സ്പെറിക്കൽ ഷെല്ലും നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസും ഒരു കോൺസെൻട്രിക് ആണ്, ഒരേ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ബിഗിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ പോയിന്റിൽ നിന്നാണ് നമ്മൾ റേഡിയസ് എടുത്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് സ്പെറിക്കൽ സർഫസിൽ കൂടെയും കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ കടന്നു പോകുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത്, അവിടെ കൂടെ കടന്നു പോകുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ഗോഷ്യൻ സ്പെറിക്കൽ സർഫസിൻ്റെ സർഫസ് ഏരിയ ആണ് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇ ഡോട്ട് ഡി എസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡി എസ് എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയ ഒരു എലമെൻ്ററി ഏരിയ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ ഇലമെൻ്ററി ഏരിയ ഡി എസ് എന്ന് പറയുന്ന ഇലമെൻ്ററി ഏരിയയുടെ സർഫസ് വെക്ടർ നമ്മൾ വരച്ചാൽ നിങ്ങൾക്കറിയാം, ഈ സർഫസ് വെക്ടർ ഇത് ഇങ്ങനെ തന്നെ പോകും. ഡി എസ് എന്ന് പറയുന്ന സർഫസ് വെക്ടറും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും പാരലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോട്ട് ഡി എസിനെ നമുക്ക് ഈ ഡി എസ് എന്ന് ചുരുക്കി എഴുതാമെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇതൊരു സ്പെറിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡി എസ് എന്ന് പറയുന്ന സർഫസിന് വരയ്ക്കുന്ന നോർമൽ വെക്ടറും പാരലായിരിക്കും. അതുകൊണ്ട് ഈ ഡോട്ട് ഡി എസിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇ ഡി എസ് എന്ന് ചുരുക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലെക്സ് നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലെക്സ്, അതായത് നമ്മളുടെ സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് എമേർജ് ചെയ്യുന്ന ആ ഫീൽഡ് ലൈൻസ് തന്നെയായിരിക്കും ഈ ഗോഷ്യൻ സർഫസിൽ കൂടെയും കടന്നു പോകുന്നത്. ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, ഇ ഡോട്ട് ഡി എസിനെ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു, ഇ ഡി എസ് എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇ ഡോട്ട് ഡി എസ് ആണ് ഇവിടുത്തെ ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്മൾ ഒന്ന് റീറേറ്റ് ചെയ്യാണ്. ദറ്റ് ഈസ് ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡി എസ്. ഓക്കെ, ഇ ഡോട്ട് ഡി എസ് മാറ്റി ഞാൻ ഇ ഡി എസ് എന്നാക്കി, കാരണം ഇയും ഡി എസും സെയിം ഡയറക്ഷനിലായതുകൊണ്ട്. ഇനി ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ സ്മോൾ ആർ റേഡിയസിൽ ഏത് ലൊക്കേഷനിൽ എടുത്താലും ഏത് പോയിന്റിൽ എടുത്താലും റേഡിയസ് സ്മോൾ ആർ ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി എസിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ഇ എ ഇൻ്റഗ്രേഷന് വെളിയിൽ കൊണ്ടുവന്നു. പിന്നെ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഇമാജിനറി ഗോഷ്യൻ സർഫസിനെ, ആ സ്പെറിക്കൽ സർഫസിൻ്റെ എന്താണ് ഇൻ്റഗ്രൽ ഡി എസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അതായത് അതിൻ്റെ സർഫസ് ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്പെറിക്കൽ സർഫസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആയിരിക്കും. സോ ഇ ഇൻറ്റു 4πr², സ്മോൾ r². ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് ആണ്. ആ സ്പെറിക്കൽ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. അതുകൊണ്ടാണ് ഇ ഇൻറ്റു 4π സ്മോൾ r² എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതാണ് ഇവിടെ ടോട്ടൽ ഫ്ലെക്സിനുള്ള ഇക്വേഷൻ. അപ്പോൾ ടോട്ടൽ ഫ്ലെക്സിനെ എനിക്ക് ഫൈ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 4π സ്മോൾ r², ഇ ഇൻറ്റു 4πr² എന്ന് എഴുതാനായിട്ട് പറ്റും. ദറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇതാണ് ഫ്ലെക്സിനുള്ള, ടോട്ടൽ ഫ്ലെക്സിനുള്ള നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കിതിനെ ഗോസ് തിയറം വെച്ചിട്ട് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഫ്ലെക്സിനുള്ള ഇക്വേഷൻ Q/ε0 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്ലെക്സിന് മറ്റൊരു ഇക്വേഷനും കൂടെ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗോസ് തിയറം ഉപയോഗിച്ച് ഫ്ലെക്സ് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ടോട്ടൽ ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു
ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ചാർജ് എൻക്ലോസ്ഡ്. ഓക്കെ, ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന നെറ്റ് ചാർജ്, ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന നെറ്റ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യമേ തന്നിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ എത്ര ചാർജ് ഉണ്ടോ ആ ചാർജ് തന്നെയായിരിക്കും ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന നെറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ചാർജിൻ്റെ എമൗണ്ട് അറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചാർജ് എത്രയുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് എന്ത് മാത്രമേ അറിയുള്ളൂ? ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ചാർജ് ഡെൻസിറ്റി സിഗ്മയിൽ നിന്ന് നമുക്ക് ചാർജ് ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ചാർജിനെ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെ ഏരിയ ആണ്? ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എവിടെയാണോ ചാർജ് ഇരിക്കുന്നത് ആ ചാർജ് ഇരിക്കുന്ന ബോഡിയുടെ ഏരിയ ആണ്. നമുക്കിവിടെ ചാർജ് നിലവിൽ ഉള്ളത് ഈ പറയുന്ന സ്പെറിക്കൽ ഷെല്ലിലാണ്. അപ്പോൾ ഈ ചെറിയ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ വേണം നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ. ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 4π ക്യാപിറ്റൽ R² ആണ്. ഓക്കെ, അപ്പോൾ ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R². അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിനകത്തൊരു കൺഫ്യൂഷൻ പല സ്ഥലങ്ങളിലും പലർക്കും വരുന്നതാണ്. ഇവിടെ 4π ക്യാപിറ്റൽ R² ആണ് ഏരിയ എന്ന് പറയുന്നത്. കാരണം ചാർജ് ഉള്ളത് ഈ അകത്തിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിലാണ്. അതുകൊണ്ട് തന്നെ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഏരിയ വേണം കൺസിഡർ ചെയ്യാൻ. അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയതുകൊണ്ട് തന്നെ 4π ക്യാപിറ്റൽ R² ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർജിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ചാർജിനെ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R². സോ സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്കിപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ഫ്ലെക്സിനുള്ളത്. ഒന്ന് ഇ ഇൻറ്റു 4π സ്മോൾ R²ഉം അടുത്തത് സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇ ഇൻറ്റു 4π R² ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, രണ്ട് ടേമിലും നമുക്ക് 4π ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ പിന്നെ ഉള്ളത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ആണ് വേണ്ടത്. ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഈ R² ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ R² ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഓക്കെ, R² ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ R². ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ R² ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ R². ഇവിടെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസും സ്മോൾ r എന്ന് പറയുന്നത് ആ സ്പെറിക്കൽ ഷെല്ലിന് ചുറ്റും നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ ഗോഷ്യൻ സ്പെറിക്കൽ സർഫസിൻ്റെ റേഡിയസ് ആണ് സ്മോൾ r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ചാർജ് ഡെൻസിറ്റി സിഗ്മയെ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ള ടേം ഉപയോഗിച്ച് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ചാർജ് പെർ യൂണിറ്റ് ഏരിയ ക്യൂ ഡിവൈഡഡ് ബൈ 4π ക്യാപിറ്റൽ R² ഇൻറ്റു റിമൈനിങ് ടേംസ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ R² ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 R². എപ്സിലോൺ 0 R². ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്യാപിറ്റൽ R² ക്യാൻസൽ ചെയ്യാനായിട്ട് കിട്ടും. സോ നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0. അതായത് 4π എപ്സിലോൺ 0യെ ഞാൻ ഒരുമിച്ച് എഴുതി, ന്യൂമറേറ്ററിൽ 1 എന്ന് എഴുതി. ദെൻ പിന്നുള്ളത് Q/R². Q ഡിവൈഡഡ് ബൈ R² എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q/R² എന്നൊരു ഇക്വേഷൻ നമുക്ക് ഫൈനലി കിട്ടും. ഈ 1/4π എപ്സിലോൺ 0 Q/R² എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു പോയിൻ്റ് ചാർജ് കൊണ്ട്
r ഡിസ്റ്റൻസ് അകലെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷനാണ് 1/4πε0 Q/r². ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്പെറിക്കൽ ഷെല്ലുകൊണ്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ചാർജ് കൊണ്ട് അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന് തുല്യമായിട്ട് കിട്ടി. അത് മാത്രമല്ല, അവിടെ P എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ദൂരം കൺസിഡർ ചെയ്യുമ്പോൾ ഷെല്ലിൽ നിന്നും ഉള്ള ദൂരം അല്ല വരുന്നത്, സ്മോൾ r² ടേംസിലാണ് അത് വേരി ചെയ്യുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. സ്മോൾ r² എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്മോൾ r എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഷെല്ലിൻ്റെ സെൻറ്റർ മുതൽ P വരെയുള്ള ദൂരമാണ് സ്മോൾ r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള ഒരു ചാർജ് സ്പെറിക്കൽ ഷെല്ല് കൊണ്ട് അതിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ സ്പെറിക്കൽ ഷെല്ലിൽ എന്തേറെ ചാർജസ് ഉണ്ടോ അത്രയും ചാർജസും ഈ പറയുന്ന സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കുമോ ഫീൽഡ് അതിന് തുല്യമായിരിക്കും. അത് നമ്മൾ ഇങ്ങനെ പറയും, അതായത് the electric field due to a spherical shell is such that as if the total charge is concentrated at its center. ഒരു സ്പെറിക്കൽ ഷെല്ല് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ മെഷർ ചെയ്ത് വരുമ്പോൾ ആ ഷെല്ലിൽ എത്രമാത്രം ചാർജസ് ഉണ്ടോ ആ ചാർജുകൾ മുഴുവൻ അതിൻ്റെ സെൻറ്ററിലെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ എങ്ങനെ ഒരു ഫീൽഡ് അനുഭവപ്പെടുമോ അതിന് തുല്യമായിട്ടാണ് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകൾ. അതായത് ഈ ഷെല്ലിന് എത്ര വലിപ്പമുണ്ട് എന്നുള്ളത് അവിടെ പ്രസക്തമേ അല്ല. എത്ര വലിപ്പമുള്ള എത്ര റേഡിയസ് ഉള്ള സ്പെറിക്കൽ ഷെല്ലാണെന്ന് പറഞ്ഞാലും അതിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ ചാർജസും അതിൻ്റെ സെൻറ്ററിൽ ഇരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഈ ഷെല്ലിന് പുറത്ത് അനുഭവപ്പെടുന്നത് എന്നാണ് നമുക്ക് ഈ പറയുന്ന ഡെറിവേഷനിലൂടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ പറയുന്നത്. ഒന്ന് E = സിഗ്മ ഇൻറ്റു R² ഡിവൈഡ് ബൈ ε0 ഇൻറ്റു സ്മോൾ r². ഓക്കെ, അത് നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസും നമുക്ക് തന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷനാണ് സിഗ്മ R² ഡിവൈഡ് ബൈ ε0 ഇൻറ്റു സ്മോൾ r². ഇനി അതല്ലാതെ നമ്മൾ തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ സെൻറ്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് തുല്യമായിട്ടുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് 1/4πε0 Q ഡിവൈഡഡ് ബൈ r². ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിന് ഇവിടെ വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നിങ്ങൾ എത്ര വലിപ്പമുള്ള സ്പെറിക്കൽ ഷെൽ എടുത്താലും അതിൻ്റെ സെൻറ്ററിൽ ആ സ്പെറിക്കൽ ഷെല്ലിൽ എത്ര ചാർജസ് ഉണ്ടോ ആ മുഴുവൻ ചാർജസും അതിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഈ ഷെല്ലിൻ്റെ പുറത്ത് അനുഭവപ്പെടുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസുകളും കൂടെ പറയാം. സോ ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സ്പെറിക്കൽ സർഫസ് ഉണ്ടല്ലോ, സ്മോൾ r റേഡിയസ് ഉള്ള ഗോഷ്യൻ സ്പെറിക്കൽ സർഫസ്, അതിൻ്റെ റേഡിയസ് നമ്മൾ കുറയ്ക്കുകയാണ്. ഈ സ്മോൾ r-ൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് തന്നിരുന്ന ആ സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. അതായത് സ്മോൾ r = R. നമുക്ക് തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് R ആണ്. നമ്മൾ പുറത്ത് ആ സ്പെറിക്കൽ ഷെല്ലിന് പുറത്ത് ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ r ആയിരുന്നു. അപ്പോൾ ഈ റേഡിയസ് നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് ഈ തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ അതേ സൈസുള്ള അതേ വലിപ്പമുള്ള ഒരു സ്പെറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ, ഈ ഷെല്ലിൻ്റെ തന്നെ സർഫസിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വേരി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ നിലവിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0 ചാർജ് Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ സ്മോൾ r² ആയിരുന്നു ഡിനോമിനേറ്ററിൽ വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്ത ആ ഗോഷ്യൻ സ്പെറിക്കൽ സർഫസിൻ്റെ റേഡിയസ് കുറച്ച് നമുക്ക് തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലാക്കി. ഓക്കെ, സ്പെറിക്കൽ ഷെല്ലിൻ്റെ അതേ റേഡിയസ് ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്മോൾ r-ന് പകരം R² ഉപയോഗിക്കാം. സോ E = 1/4πε0 Q ഡിവൈഡ് ബൈ R². സോ എന്ത് ചേഞ്ച് മാത്രം വരുത്തിയാൽ മതി? നിങ്ങളുടെ ഇക്വേഷൻസിൽ സ്മോൾ r-ൻ്റെ സ്ഥാനത്ത് R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിന്. ദാറ്റ് ഈസ് E =
സിഗ്മ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ സ്മോൾ ആർ സ്ക്വയറും നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? സ്മോൾ ആർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ് നമ്മളുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സ്മോൾ ആർ സ്ക്വയറിനെ നമ്മൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ക്യാപിറ്റൽ ആർ സ്ക്വയർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ആർ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ വിൽ ഗെറ്റ് ക്യാൻസൽ. സോ യു വിൽ ഗെറ്റ് വാട്ട്? ഇലക്ട്രിക് ഫീൽഡ് E can also be written as സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കെ, അപ്പോൾ നമുക്ക് 1/4 ബൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നും എഴുതാൻ പറ്റും. എവിടെ? ഈ തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് തന്നിരിക്കുന്ന സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസിന് 1/r സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. 1/4 ബൈ എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നോ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കേസ് നമ്പർ 2ലേക്ക് വരാം. അതായത് നമ്മൾ കേസ് നമ്പർ 1ൽ പറഞ്ഞ എന്താണ്? നമ്മൾ പുറത്ത് ഇമാജിൻ ചെയ്തിരുന്ന ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് കുറച്ച് നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ സർഫസിലേക്ക് എത്തിച്ചു. അതായത് സ്മോൾ ആറിനെ നമ്മൾ ക്യാപിറ്റൽ ആർ ആക്കി ചുരുക്കി. പക്ഷേ കേസ് 2ൽ നമ്മൾ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്തു. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ അകത്ത് ഒരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിലും കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഈ സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ, ഷെല്ലിൻ്റെ അകത്താണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ. അപ്പോൾ ഷെല്ലിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റിലാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫ്ലെക്സിനുള്ള ഇക്വേഷൻ തന്നെ ആദ്യം നോക്കാം. ടോട്ടൽ ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, അത് എന്തിന് തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ക്യൂ ബൈ എപ്സിലോൺ 0യ്ക്ക് തുല്യമാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നോക്കിയേ, നമ്മൾ ക്യൂ എന്ന് പറയുന്നത് എന്തുവാണ്? ചാർജ് എൻക്ലോസ്ഡ്. ആര് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്? ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ്. ഇവിടെ ഗോഷ്യൻ സർഫസ് നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ ഉള്ളിലാണ്. ചാർജ് എവിടെയാണുള്ളത്? ചാർജ് നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ സർഫസിൽ കൂടെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ആ ചാർജിന് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു പൊള്ളയായിട്ടുള്ള ഒരു ഹോളോ സ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുകിൽ എയർ ആയിരിക്കും അല്ലെങ്കിൽ വാക്വം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാർജസിന് ഈ മെറ്റാലിക് സ്പിയറിൻ്റെ അല്ലെങ്കിൽ മെറ്റാലിക് സ്പെറിക്കൽ ഷെല്ലിൻ്റെ സർഫസിൽ നിൽക്കാനേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ചാർജിന് ഉള്ളിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്ത ഈ കാണുന്ന ചെറിയ ആ ഗോഷ്യൻ സർഫസിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഈ ടോട്ടൽ ചാർജ് ക്യൂ എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പോൾ നമ്മുടെ ഫ്ലെക്സിനുള്ള ഇക്വേഷൻ എങ്ങനെ വരും? ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നൊരു ആൻസർ കിട്ടണം. ഇതിൽ നിങ്ങൾക്കറിയാം സർഫസ് ഏരിയ, നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ ഒരു കാരണവശാലും 0 ആകാൻ പോകുന്നില്ല. അപ്പോൾ ഡി എസ് എന്ന് പറയുന്ന ഏരിയ ഒരു കാരണവശാലും 0 ആകില്ല. പിന്നെ 0 ആകാൻ സാധ്യത ഉള്ള ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ ദ ഷെൽ ഷുഡ് ബി 0. നമ്മൾ കൺസിഡർ ചെയ്ത ആ ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിനുള്ളിൽ എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നും കൂടെ നമുക്ക് ഈ സെക്കൻഡ് കേസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗോസസ് തിയറവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ കേസസും. ഇനി നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേരിയേഷനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ. 3 കേസുകളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഒന്ന് ഔട്ട്സൈഡ് ദി സർഫസ്, ദെൻ ഓൺ ദി സർഫസ്, ദെൻ ഇൻസൈഡ് ദി സർഫസ്. നിങ്ങൾക്കറിയാം ഔട്ട്സൈഡ് ദി സർഫസിൽ നമ്മളുടെ ഇക്വേഷൻ വന്നിരുന്നത് E ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 ക്യൂ ഡിവൈഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r സ്ക്വയർ. ഈ സെൻറ്ററിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയുമെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരാബോളിക് ഷേപ്പിലാണ് ഈ പറയുന്ന ഗ്രാഫ് വന്നിരിക്കുന്നത്. അതായത് O എന്ന് പറയുന്നതാണ് നമ്മളുടെ സെൻറ്റർ. ഇതാണ് സെൻറ്റർ O എന്ന് പറയുന്നത്.
അതിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയായിരിക്കും ഈ പറയുന്ന നമുക്ക് തന്നിരിക്കുന്ന ഷെല്ലിൻ്റെ സർഫസ്. ഓക്കെ, അപ്പോൾ ഷെല്ലിൻ്റെ സർഫസിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം. സെൻട്രലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സെൻട്രലിൽ നിന്നും സർഫസ് വരെ, അതായത് സെൻട്രലിൽ നിന്നും സർഫസ് വരെ നമുക്ക് തന്നിരിക്കുന്ന സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ സർഫസ് വരെ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അത് നമ്മൾ കേസ് നമ്പർ 2 പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി സർഫസിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്നു. അതായത് ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R². ഇതാണ് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ. അപ്പോൾ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്നു. നമ്മളിവിടെ ഒരു ഇമാജിനറി സ്പിയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ സ്പിയർ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു സ്പിയർ ഉണ്ടെങ്കിൽ ആ സ്പിയറിൻ്റെ സർഫസിലേക്ക് എത്തുമ്പോൾ തന്നെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവും. സർഫസ് വരെ, സെൻറ്ററിൽ നിന്നും സർഫസ് വരെ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആവുന്നു. ദെൻ അതിനുശേഷം സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, സർഫസിൽ നിന്നും പുറത്തേക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ഇക്വേഷൻ എങ്ങനെ മാറും, Q ഡിവൈഡ് ബൈ സ്മോൾ r² എന്ന് പറയുന്ന ടേം വെച്ചിട്ട് മാറും. അതായത് 1/r² കറസ്പോണ്ടിങ് ആയിട്ട് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെൽ ഇൻസൈഡ് ദ സർഫസ്, ദെൻ ഓൺ ദി സർഫസ്, ദെൻ ഈ രണ്ട് കേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി സർഫസ്. ഇത് ഒറ്റ ഫ്രെയിമിൽ നമ്മൾ വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗോസസ് തിയറത്തിൻ്റെ തേർഡ് ആപ്ലിക്കേഷനും അതിൻ്റെ ഡിഫറെൻറ്റ് കേസസും പിന്നെ ഫീൽഡ് ഡ്യൂ ടു എ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.